ലൈബീരിയൻ ഫീഡർ കപ്പൽ 38 നോട്ടിക്കൽ മൈൽസ് അകലെ കൊച്ചിയിൽ നിന്ന് കടലിൽ കഴിഞ്ഞ ദിവസം താന്നു. കടലിലെ അത് ചെരിഞ്ഞു നിൽക്കുന്ന പടങ്ങളൊക്കെ നമ്മൾ കണ്ടു. വെസ്റ്റ് ആഫ്രിക്കയുടെ അവർക്ക് ധാരാളം കപ്പലുകളുണ്ട്. അതിൽ ഒന്നാണ് ഈ ഫീഡർ കപ്പൽ MSC 3. അതിൽ 600-ലധികം കണ്ടെയ്നറുണ്ട്. അത് കടലിലെ കാറ്റിലും കോളിലും പെട്ട് അതിശക്തമായ കാലാവസ്ഥ കടലിൽ ഉണ്ടായി. അതിൻ്റെ കണ്ടെയ്നറിലെ ചിലത് കപ്പലിൽ നിന്ന് വെള്ളത്തിൽ വീണു. അപ്പോൾ അത് ആടാൻ തുടങ്ങി. അതിൻ്റെ കേബിൾ ഭാരം ഒരു വശത്തോട്ട് ചെരിഞ്ഞതുകൊണ്ട് വീണ്ടും കുറേ കണ്ടെയ്നർ താഴെ പോയി. കപ്പൽ ചെരിഞ്ഞു നിന്നു. 24 യാത്രക്കാരുണ്ടായിരുന്നു, 24 കപ്പൽ ജീവനക്കാരുണ്ടായിരുന്നു. ക്യാപ്റ്റനും 2 അസിസ്റ്റൻ്റ് ഒഴിച്ച് ബാക്കി 21 പേരെ നമ്മുടെ ഇന്ത്യൻ കപ്പലുകളെത്തി രക്ഷപ്പെടുത്തി. 3 പേര് ആ താഴ്ന്ന കപ്പലിൽ തന്നെ നിന്നു. അവസാന നിമിഷം വരെ കപ്പലിനെ ഒരു പ്രതീക്ഷയോടെ നിന്നു. നിവൃത്തിയില്ലാതെ കപ്പൽ താഴുന്നെന്ന് മനസ്സിലാക്കിയപ്പം അവർ ഇന്ത്യൻ കപ്പലെത്തി രക്ഷപ്പെടുത്തി. ഏകദേശം 600ഓളം ആ കണ്ടെയ്നറുകൾ സമുദ്രത്തിൽ കൂടെ ഒഴുകി നടക്കുന്നു. ആലപ്പുഴയിലും അതുപോലെ തന്നെ കൊല്ലത്തും തിരുവനന്തപുരത്തിന് അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ആ കണ്ടെയ്നറുകൾ കടലിൽ കൂടെ സഞ്ചരിച്ച് കരയ്ക്കടിഞ്ഞു. കുറേയൊക്കെ ഇനിയും വന്നുകൊണ്ടിരിക്കുന്നു. അത് കരയ്ക്കടിഞ്ഞു കഴിഞ്ഞാൽ അതിനടുത്തോട്ട് ആൾക്കാർ അടുക്കരുത് എന്ന് പറയാൻ കാരണം അതിലെ 13 കണ്ടെയ്നറിൽ അത് കെമിക്കൽ സാധനം പൊട്ടിത്തെറിക്കുന്ന സാധനമാണ്. 12 എണ്ണത്തിൽ കാൽസ്യം കാർബൈഡാണ്. കാൽസ്യം കാർബൈഡ് പ്രത്യേകിച്ച് ഉപ്പ് വെള്ളമായിട്ട് ചേർന്നാൽ അപ്പോൾ തന്നെ പൊട്ടിത്തെറിക്കും. അത് കരയ്ക്കടിച്ചു കഴിഞ്ഞാൽ തീരത്തോട്ട് അതിനെ നമ്മൾ കരയ്ക്കടിപ്പിച്ചിട്ട് അതിൻ്റെ സമീപത്ത് നിന്നാൽ ചിലപ്പം പൊട്ടിത്തെറിക്കും, വലിയ അപകടം ഉണ്ടാവും. കാൽസ്യം കാർബൈഡും സോൾട്ട് വാട്ടറും കൂടെ ചേർന്നാൽ പൊട്ടിത്തെറിയാണ് ഫലം. അതുകൊണ്ടാണ് ജില്ലാ കളക്ടർമാരും കൺസേൺഡ് ആയി ഇത് അടിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങോട്ട് ആരും അടുക്കരുത്, അതിൻ്റെ എക്സ്പെർട്ടുകൾ വന്നിട്ട് അത് പരിശോധിച്ച് അത് നിർവീര്യമാക്കണം വരെ ആരും അങ്ങോട്ട് പോകരുത്. അതിനകത്ത് ഇതിനെ സംബന്ധിച്ച് ധാരാളം വാർത്തകൾ ഇപ്പം വരുന്നുണ്ട്. അതിനകത്ത് നാഷണൽ സെൻറ്റർ ഫോർ എർത്ത് സ്റ്റഡീസിൽ ലോകപ്രശസ്ത സയൻറ്റിസ്റ്റായ ഡോക്ടർ KV തോമസിൻ്റെ അഭിപ്രായം നമ്മൾ കണ്ടു. എണ്ണ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിച്ച് അത് വന്ന് സ്ഥിരത്തടിയുമെന്ന് അദ്ദേഹം പറയുന്നു. അതിനുശേഷം ആ കുറേ എണ്ണകൾ പടർന്ന് അത് കടലിലെ തിരകൾ കൂടെ അടിച്ച് കടലിൽ വരുമ്പം ഈ കടലുകളിലെ പലതും ഈ എണ്ണ ഭക്ഷിക്കുന്ന അമീബകളുണ്ട്. അതിൻ്റെ ഭക്ഷണം ഇതാണ്. എത്രയോ മാത്രം ഷിപ്പുകൾ കടലിൽ കൂടെ പോകുമ്പം അതിൽ ജീവിക്കുന്ന അമീബകളുണ്ട്. കുറേ എണ്ണയൊക്കെ അമീബകൾ ഭക്ഷിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. എണ്ണ ആ കണ്ടെയ്നറിൽ നിന്ന് കണ്ടെയ്നർക്ക് പലതിനും ചോർച്ചയില്ലാത്തതിനാൽ ആ കണ്ടെയ്നർ ഒഴുകി നീങ്ങും. ഒരു 3 കിലോമീറ്റർ സ്പീഡിൽ കണ്ടെയ്നർ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നീങ്ങിക്കൊണ്ടിരിക്കും. അവ വീണ്ടെടുക്കാൻ എളുപ്പം ആണെങ്കിലും ചോർച്ച ഉണ്ടായാൽ അത് കടലിനടിയിലേക്ക് തന്നെ പോകും. രാസപദാർത്ഥങ്ങൾ വെള്ളത്തിൽ കലർന്നാൽ മത്സ്യങ്ങൾ ചാവും, മറ്റ് ജീവജാലങ്ങൾക്ക് അപകടം ഉണ്ടാവും, നാശനഷ്ടം ഉണ്ടാവും. അതൊക്കെ ഇതിൻ്റെ പരിണിത ഫലമാണ്. കണ്ടെയ്നറെ അടിത്തട്ടിൽ ചെന്നാൽ അവിടെ ശുദ്ധമായ ആ മണലിന് നാശനഷ്ടം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നു. കണ്ടെയ്നർ അടിത്തട്ടിൽ ചെന്നാൽ എപ്പോൾ വേണമെങ്കിലും അടിത്തട്ടിൽ വെച്ച് തന്നെ ചോർച്ച ഉണ്ടാവും. കടലിൻ്റെ അടിത്തട്ടിൽ ശുദ്ധമായ മണലാണ്, അതിന് ഹാനികരമാകും എന്ന് അദ്ദേഹം പറയുന്നു. കേരളത്തിലെ സീ എറോഷൻ്റെ എവിടെയൊക്കെ ഉണ്ടാകുന്നു, ഏതൊക്കെ ഭാഗത്തുണ്ടാകുന്നു, കടൽ എവിടെയൊക്കെ കയറുന്നു എന്ന് ആധികാരികമായിട്ട് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഡോക്ടർ KV തോമസ്. അദ്ദേഹം UN-ൻ്റെ എക്സ്പേർട്ടാണ്. അദ്ദേഹം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ സഞ്ചരിച്ച് ഇതുപോലെയുള്ള ഇന്ത്യയിൽ ഏറ്റവും പ്രശസ്തനായ ഒരു സയൻറ്റിസ്റ്റാണ്. കടൽ ക്ഷോഭം ഉണ്ടാകുന്ന സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് പോകും. കര എത്രമാത്രം എടുക്കും എന്നുള്ള കാര്യത്തെപ്പറ്റി ആധികാരികമായി അദ്ദേഹത്തിന് അഭിപ്രായം പറയാൻ കഴിയും. ഈ ലൈബീരിയൻ കപ്പലിൻ്റെ അതിൻ്റെ എണ്ണ, ഓയില്, അത് കടലിൽ കൂടെ ഒഴുകി
പോകുമ്പം അത് കരക്കടിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കടലിൽ ആ വെള്ളത്തിൻ്റെ മുകളിൽ ഈ എണ്ണ ഓയിൽ കെട്ടിക്കിടക്കും. അങ്ങനെ വരുമ്പം അത് പിടിച്ചെടുക്കാം, അല്ലെങ്കിൽ അത് എടുക്കാമെന്ന് സയൻറ്റിസ്റ്റ് ആയ മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർമാൻ എസ് ശ്രീകല പറയുന്നുണ്ട്. ഈ ബോർഡും റാപ്പിഡ് ഫോഴ്സും റാപ്പിഡ് റെസ്പോൺസിബിളായിട്ടുള്ള യൂണിറ്റുകളും ഒപ്പം നിന്ന് ജില്ലാ ദുരന്ത നിവാരണം തീരസേനയൊക്കെ ചേർന്ന് ഈ കടലിൽ കടലിൽ സഞ്ചരിക്കുന്ന ആ വെള്ളത്തിൻ്റെ മുകളിൽ കെട്ടിക്കിടക്കുന്ന, അത് കരയിലോട്ട് അടിയുന്ന ആ ഓയിൽ വീണ്ടെടുക്കാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. കാരണം മാല പോലെയുള്ള ഇങ്ങനെ വെള്ളത്തിന് മുകളിൽ ചലിച്ചുകൊണ്ടിരുന്ന മാലയുള്ള ബൂം ഉപയോഗിച്ചിട്ട് അത് സഞ്ചരിക്കാതെ ആ ഭൂമിനകത്താക്കിക്കളയും. അങ്ങനെ എണ്ണ ഒഴുക്ക് തടഞ്ഞ് ഒരു മാലയ്ക്കകത്തോട്ട് ആ എണ്ണയെ നിർത്തിച്ചിട്ട് സ്കിമ്മർ ഉപയോഗിച്ച് എണ്ണ പമ്പ് ചെയ്ത് ബാരലിലേക്ക് മാറ്റാമെന്നാണ് ആ സയൻറ്റിസ്റ്റ് പറയുന്നത്. അവർ അങ്ങനെ മാറ്റിയെടുത്താൽ ആ വെണ്ണ ശുദ്ധീകരിച്ച് നമുക്ക് വീണ്ടും ഉപയോഗിക്കാമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതുപോലെ രണ്ട് സയൻറ്റിസ്റ്റുകളുടെയും അവരുടെ ഒപ്പീനിയൻ വിലപ്പെട്ടതാണ്. അതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുന്നാൽ തീരദേശം ഉണ്ടാകുന്ന എണ്ണ അടിയുന്നത് കുറേയൊക്കെ നമുക്ക് അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. എങ്കിലും പൊതുവെ ലൈബീരിയൻ ഈ കപ്പലുകൾ, ഏറ്റവും കൂടുതൽ കപ്പലുകളുള്ള വെസ്റ്റ് ആഫ്രിക്കയിലെ ഒരു രാജ്യം തന്നെയാണ് ലൈബീരിയ. അത് യൂറോപ്പിൽ, അവിടെ അവരുടെ സ്ഥിരം മേജർ വരുമാനം കപ്പലിൽ നിന്ന് തന്നെയാണ്. അതുപോലെ തന്നെ അവർ പല സന്ദർഭത്തിലും ലോകത്തിൻ്റെ പല ഭാഗത്ത് ഇതുപോലെയുള്ള പ്രതിസന്ധികളെ നേരിട്ട് കഴിഞ്ഞാൽ അവരുടെ മറ്റ് കപ്പലുകൾ ആ സ്പോട്ടിലേക്ക് പാഞ്ഞെത്തും എന്ന് നമ്മൾ കണ്ടു. ഇവിടെ ഒരെണ്ണം ഈ 38 നോട്ടിക് മൈൽ അകലെ ലൈബീരിയയിലെ മറ്റൊരു കപ്പൽ വന്നിരിക്കുന്നു എന്ന് മനസ്സിലായി. റെസ്ക്യൂ ഓപ്പറേഷനെ നിർത്തി. അപ്പം ഇതുപോലെയുള്ള എമർജൻസി സമയത്ത് കപ്പലുകൾ താന്നു പോകാതിരിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ബാലൻസിങ് ശരിയാക്കും. അങ്ങനെയുള്ള കാര്യത്തിൽ എക്സ്പെർട്ടായ ലൈബീരിയൻ കപ്പലുകൾ ആ സ്ഥലത്ത് സമീപപ്രദേശത്തുള്ളവരാണേലും അവരവിടെ എത്തും. ഇവിടെ ഒരെണ്ണം വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കപ്പൽ വെള്ളത്തിനടിയിലേക്ക് താന്നു. കണ്ടെയ്നറെല്ലാം ഒഴുകി അത് തൂത്തുക്കുടി വരെ, അത് കൊല്ലം, ആലപ്പുഴ, തൂത്തുക്കുടി ഏരിയയിലൊക്കെ കണ്ടെയ്നറുകൾ വന്നടിയാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ജനങ്ങളാരും അതിനടുത്തോട്ട് പോരരുത്. അതിൻ്റെ എക്സ്പെർട്ടുകൾ വന്ന് അത് നോക്കിക്കോളും. കാരണം അതിനകത്തുള്ള ചില കെമിക്കൽ, നമ്മുടെ ഇപ്പോഴത്തെ അറിവ് 12ഓളം കണ്ടെയ്നറിനകത്ത് കാൽസ്യം ഓക്സൈഡാണെന്നാണ് പറയുന്നത്. 13 കണ്ടെയ്നറിനകത്ത് വേറെ കെമിക്കലുണ്ട്, സൾഫറിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ചില കെമിക്കലുണ്ട് എന്നും പറയുന്നുണ്ട്. എന്തായാലും വളരെ സൂക്ഷിച്ച് വേണം ആൾക്കാർ ഇതിൻ്റെ അടുത്തേക്ക് വരാൻ. അത് ഉത്തരവാദപ്പെട്ടവർ അത് നിർവീര്യമാക്കി കരയ്ക്കെത്തിക്കും. അല്ലെങ്കിൽ ചിലതിനകത്ത് തുണിയാണ്, ക്ലോത്താണ്, ചിലതിനകത്ത് ചീയാണ്, തേയിലപ്പൊടിയാണ് എന്നൊക്കെ ഉള്ള വിവരങ്ങൾ പുറത്ത് വരുന്നുണ്ട്. കണ്ടെയ്നറുകൾ ഏതായാലും 600 എണ്ണം ഉണ്ട്. അതിനകത്ത് കുറേ എണ്ണം താന്നു പോയിട്ടുണ്ടാവും വെയിറ്റ് കൊണ്ട്. ചിലത് ഭൂരിപക്ഷവും ഫ്ലോട്ട് ചെയ്യുന്നതെല്ലാം കരയ്ക്കടിയും, അതിന് യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ ഒരു സംഭവം നമ്മൾ അധികം പേര് എക്സ്പീരിയൻസ് ആയിട്ടില്ല. പക്ഷേ ഇപ്പം വിഴിഞ്ഞമൊക്കെ വന്ന സ്ഥിതിക്ക് ഇതുപോലുള്ള സംഭവങ്ങൾ ധാരാളം നമ്മുടെ മലബാർ കോസ്റ്റൽ ഏരിയയിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സന്ദർഭത്തിൽ എടുത്തു ചാടി ആരും അതിൻ്റെ കണ്ടൻസ് ഒന്നും എടുക്കാൻ ശ്രമിക്കരുത്. അപകടം ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്.